വളരെ പ്രധാനപ്പെട്ട വാർത്ത കൊച്ചിയിൽ നിന്ന് വരുന്നു. കൊച്ചി വൈപ്പിനിൽ കപ്പലിന് തീപിടിച്ചു. വൈപ്പിനിലെ യാർഡിലാണ് തീപിടിച്ചത്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. വിവരങ്ങളുമായി ഉമേഷ് കൊച്ചിയിൽ ചേർന്നു. ഉമേഷ്, അപകടകരമായ സാഹചര്യമാണോ? തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം? മനു, പൂർണ്ണമായും തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ കാണിക്കാം ആ ദൃശ്യങ്ങൾ. ഈ പറയുന്ന ആ കപ്പലിനാണ് തീപിടിച്ചത്. വൈപ്പിൻ കാളമുക്ക് ഹാർബറിന് സമീപം ആണ് ഈ സ്വകാര്യ കപ്പലിന് തീ പിടിച്ചിരിക്കുന്നത്. ഇതൊരു സ്വകാര്യ യാർഡാണിത്. സീ ബ്ലൂ എന്ന് പറയുന്ന സ്വകാര്യ കമ്പനിയുടെ യാർഡാണ്. ചെറിയ തരം വെസലുകൾ ഇവിടേക്ക് അറ്റകുറ്റപ്പണികൾക്കായി വരാറുണ്ട്. അറ്റകുറ്റപ്പണികൾ നടത്തുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഈ സ്വകാര്യ സ്ഥാപനം. സീ ബ്ലൂ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൽ അറ്റകുറ്റപ്പണിക്കായി പെയിൻറ്റിങ് ജോലിക്കടക്കം എത്തിച്ച ഒരു ഷിപ്പിലാണ് ഇങ്ങനെ തീ പിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അത് ഇന്ന് പുലർച്ചെ 5 മണിക്കാണ് ഇങ്ങനെ തീപിടുത്തം ഉണ്ടായി എന്ന് പറയുന്ന ഒരു ഫോൺ കോൾ ഫയർഫോഴ്സിൽ എത്തുന്നത്. ആ സമയം മുതൽ നിരവധി യൂണിറ്റ് ഫയർഫോഴ്സുകൾ ഇവിടേക്ക് എത്തി. ഇത് വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് തന്നെ അവിടേക്ക് അത് എത്തിച്ച് തീ അണയ്ക്കുന്നത് അല്പം ശ്രമകരമാണെങ്കിലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ അവിടെ പരമാവധി വേഗം എത്തി തീയണക്കൽ പ്രവൃത്തി തുടരുകയാണ്. ഇതിലൊരു പ്രശ്നം, ഇത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ഇത് ഈ പെയിൻറ്റിംഗ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ പെയിൻറ്റിങ്ങിൻ്റെ ഒരുപാട് പെയിൻറ്റുകളൊക്കെ ഉള്ളതുകൊണ്ട് തീപിടുത്തം അതിൻ്റെ തീവ്രത കൂട്ടാൻ ഇടയാക്കി എന്നുള്ളതാണ് പറയുന്നത്. അതൊരു കാരണമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ കൂടുതൽ അടുത്തേക്ക് എത്താൻ പറ്റുമോ എന്നുള്ള ശ്രമം അവർ അവിടേക്ക് കൊണ്ടുപോകാം എന്ന് പറയുന്നുണ്ട്. ഈ ഷിപ്പിനടുത്തേക്ക് അവിടേക്ക് ഒരു വഞ്ചിയിൽ അവിടെ പോയി കഴിഞ്ഞാൽ കുറേ കൂടി വ്യക്തമായതിൻ്റെ ദൃശ്യങ്ങൾ കാണാം എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ അതിനുള്ളൊരു ശ്രമം നടത്തുകയാണ്. ഇതിലിടെ ഇവർ പറയുന്ന മറ്റൊരു ആക്ഷേപം, ഇത് ലൈസൻസ് ഇല്ലാതെയാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു പ്രശ്നം അവർ പറയുന്നുണ്ട്. ഇത് പഞ്ചായത്തിൻ്റെ കൃത്യമായ അനുമതിയൊന്നും ഇല്ലാതെയാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്ന് നാട്ടുകാരടക്കം അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ പറയുന്നു. ഇത് അവർക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ട്, പലപ്പോഴും ഇങ്ങനെ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് നാട്ടുകാർ അങ്ങനെ ആ തരത്തിൽ അവർ പറയുന്നുണ്ട്. ഏതായാലും ഇങ്ങനെയൊരു സംഭവം ഒരുപക്ഷെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. ഇങ്ങനെ അപ്രതീക്ഷിതമായാണ് ഇങ്ങനൊരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. മനു, ഇപ്പോൾ നമുക്ക് കാണാൻ കുറേ കൂടി വ്യക്തമായതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് വരാൻ കഴിയും എന്നാണ് കരുതുന്നത്. ഈ കാണുന്ന ആ ഷിപ്പിലാണ് തീപിടുത്തം ഉണ്ടായത്. ഇത് കുറേ കൂടി വ്യക്തത വരും. ഫയർ എഞ്ചിനുകൾ, നിരവധി യൂണിറ്റ് ഫയർ എഞ്ചിനുകൾ ഇവിടെ കിടക്കുന്നത് കാണാം. ഒരേ സമയം 4-5 ഫയർ യൂണിറ്റുകളിൽ നിന്ന് ഒരേ സമയം അവിടേക്ക് വെള്ളം പമ്പ് ചെയ്യുകയാണ് എന്നുള്ളതാണ്. വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. ഇത് തീ പിടിക്കാൻ പര്യാപ്തമായ പല ഘടകങ്ങളും അതിൻ്റെ അകത്തുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, പെയിൻ്റ് അടക്കം അവിടെ ഉണ്ട്. ആ പെയിൻറ്റ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇതിൻ്റെ തീവ്രത കൂടിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇത് തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. ഇവിടെ നിന്ന് തന്നെ ഇപ്പോൾ 5-ലധികം ഫയർ യൂണിറ്റുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്ന് പറയാനാകില്ല. അവർ പറയുന്നതനുസരിച്ച് ഇപ്പോഴും ശ്രമം തുടരുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ മഴയില്ല. അതുകൊണ്ട് തന്നെ തീ അണയ്ക്കാൻ അല്പം ശ്രമകരമായിരിക്കും എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ കുറേ കൂടി വ്യക്തമായി കാണാം എന്ന് കരുതുന്നു. ഇതിൻ്റെ ഈ ഭാഗത്താണ്, എഞ്ചിൻ ഭാഗത്തൊക്കെ വലിയ തോതിൽ പുക ഇപ്പോഴും ഉയരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. നിരവധി യൂണിറ്റ് ഫയർ ഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ ഉണ്ട്. കോസ്റ്റൽ പോലീസുണ്ട്, മുളവുകാട് പോലീസുണ്ട്. എല്ലാവരും ചേർന്നാണ് ഈ തീയണക്കൽ പ്രവൃത്തി നടത്തുന്നതെന്നുള്ളതാണ്. ഇന്ന് പുലർച്ചെ 5 മണിക്കാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ഏതായാലും അറ്റകുറ്റപ്പണികളൊക്കെ കൊണ്ടുവന്നതായതുകൊണ്ട് തന്നെ ഇതിൽ ആളപായം അങ്ങനെയൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. അത് അല്പം ആശ്വാസമാണ്. പക്ഷേ ഈ കപ്പൽ വെസൽ പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുന്നത്. ഉമേഷ്, സ്വാഭാവികമായും തീപിടിക്കുമ്പോൾ ഇതിൽ ഈ ഉപകരണങ്ങളൊക്കെ ഉണ്ടല്ലോ, പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുൻകരുതലുകളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടല്ലോ അല്ലേ അവിടെ?
അതെ അതെ, ആ തരത്തിലുള്ള മുൻകരുതലൊക്കെ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്.